രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ വന്ന് എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഇവിടെ കടഗണിയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു മാതാവ് തൻ്റെ ഭർത്താവ് കടം വാങ്ങിയിട്ട് മരിച്ചുപോയി വന്ന് ഇപ്പോൾ തൻ്റെ മക്കളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുവാൻ ഈ കടം കൊടുത്തവർ വന്നിരിക്കുമ്പോൾ അവൾ ദൈവദാസനോട് വന്ന് കരയുകയാണ്, പറയുകയാണ്, എൻ്റെ ദാസൻ ദൈവഭക്തനായിരുന്നു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു, പക്ഷേ കടം പട്ടുപോയി. ഇന്നാണെങ്കിൽ വീട്ടുവാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ട് പോകുവാൻ ഇതാ കടക്കാർ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴാണ് പ്രവാചകൻ ചോദിച്ചത്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് പറയുക, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? അപ്പോൾ എന്തുണ്ടെന്ന് കേട്ടപ്പോൾ അവളെ വീട്ടിൽ 1 ഭരണി എണ്ണ അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് അവൾ പറയുകയാണ്. പ്രിയ ദൈവമക്കൾ, ഈ ഒരു മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് അവൻ്റെ ഭാര്യ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ നല്ല ദൈവഭക്തനായിരുന്നു, അത് നിനക്കും അറിയാമല്ലോ എന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും കടഭാരങ്ങളും ഏറെ ഇരുന്നാലും നാം എങ്ങനെ വിശ്വസ്തത ഉള്ളവരായിട്ട്, ഈ ഭാര്യ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ നാം നല്ലവരായിട്ടാണോ ജീവിക്കുന്നത്? അതോ കടം വന്നെന്ന് വിചാരിച്ചിട്ട് കുടിച്ചിട്ട് വന്ന് വീട്ടിൽ തല്ലുകൂടുകയോ അല്ലെങ്കിൽ ഭർത്താവിന് കടം വന്നെന്ന് വിചാരിച്ചിട്ട് ഭർത്താവിനെ വിട്ടിട്ട് വേറൊരു ഭർത്താവിനെ തേടിപ്പോകുകയോ, അങ്ങനെ നാം എന്താണ് ചെയ്യുന്നത്? അതോ ദൈവത്തിൽ വിശ്വസിച്ച് നാം പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്നുവോ? പ്രിയ ദൈവമക്കളെ, ഒരു നല്ല മനുഷ്യന് നീതിമാനുമായ ഒരു കർത്താവിൻ്റെ ദാസൻ കടം വാങ്ങി മരിച്ചു പോയെങ്കിലും അതിനൊരു നീക്കുപോക്ക് കിട്ടുവാൻ മറ്റൊരു ദൈവദാസൻ്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് അതൊരു വഴി തുറന്നു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കടം വാങ്ങി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം കടം വാങ്ങി, പക്ഷേ അത് നാം ദുർവിനിയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അതുകൊണ്ട് നാം ആത്മഹത്യയിലേക്ക് നടത്തുന്നതോ ഒന്നും അതിനൊരു പരിഹാരമല്ല. പക്ഷെ നാം എപ്പോഴും ദൈവസന്നിധിയിൽ വന്ന് കരയുന്നുവോ അപ്പോഴതിനൊരു പരിഹാരം കർത്താവ് ഒരുക്കി തരിക തന്നെ ചെയ്യും. അല്ലാതെ കർത്താവ് വെറുതെ വിടുകയില്ല. എൻ്റെ ജീവിതത്തിൽ വലിയൊരു കടക്കണിയിൽപ്പെട്ടപ്പോൾ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി അതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന വിധങ്ങളെ കർത്താവിന് ഞാൻ നന്ദിയോട് സ്തുതിക്കാറുണ്ട്. പ്രിയ ദൈവമക്കൾ, അതേപോലെ നിങ്ങളും കടക്കണിയിൽ പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെയും ദൈവത്തോട് സന്നിധിയിൽ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും അത് വെറുതാവായി പോകത്തില്ല. വീണ്ടും നാം ചെന്ന് കടം വാങ്ങുകയോ അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് പോവുകയോ ഒന്നും ചെയ്യരുത്. നാം സഹിഷ്ണുതയോടെ കാത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നാം നന്മകൾ പ്രാപിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും കർത്താവെ കടക്കണിയിൽപ്പെട്ട് കർത്താവെ അത് മീട്ടുവാൻ നിവർത്തിയില്ലാതെ എന്താണൊരു വഴിയെന്ന് കർത്താവെ നിന്നോട് യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ തക്കതായ ഒരു വഴി നിൻ്റെ മക്കൾക്ക് നീ കരുതി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. അന്ന് എലീശ എടുത്ത് വന്ന് കരഞ്ഞ ആ വിധവ സ്ത്രീക്ക് ദൈവമേ അവളെ വീട്ടിലിരുന്ന അല്പ എണ്ണ കൊണ്ട് കർത്താവെ അവളുടെ കടം ദൈവമേ മാറ്റുവാൻ ഒരു വഴി തുറന്നു കൊടുത്തതുപോലെ നിൻ്റെ ഈ മക്കൾക്ക് ഇരിക്കുന്ന ചെറിയ വരുമാനം കൊണ്ട് ഇവർക്ക് ഇരിക്കുന്ന ആ വൻ കടഭാരങ്ങൾ മാറിക്കിട്ടുവാൻ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.